നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദുഹാ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു. സുമ്മ ഖാല, പിന്നീട് ഇപ്രകാരം പറഞ്ഞു: അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം ഹത്താ ഖാലഹാ 100 മറ. അഥവാ അല്ലാഹുമ്മ ഗ്ഫിർലി, നീ എനിക്ക് പൊറുത്തു തരണേ, വതുബ് അലയ്യ, എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ, ഇന്നക അൻത തവ്വാബുർ റഹീം, തീർച്ചയായും നീ മാത്രമാണല്ലോ തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനും എന്നർത്ഥം വരുന്ന പ്രാർത്ഥന. ഹത്താ ഖാലഹാ 100 മറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് 100 തവണ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും പറയുന്നത് ദുഹാ നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് 100 തവണ പറയൽ സുന്നത്താണ് എന്നാണ്. എന്നാൽ പണ്ഡിത ലോകത്ത് ഈ ഹദീസിനെ സംബന്ധിച്ച് ചില പണ്ഡിതന്മാർ ചില്ലറ ദുർബലതകൾ ഇതിനുണ്ട്, ളുഅ്ഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? ദുഹാ നമസ്കാരത്തിന്റെ ശേഷമാണ് ഈ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞത് എന്നതിൽ ചില്ലറ അപാകതകൾ, ദുർബലതകൾ സനദിന്റെ വിഷയത്തിൽ ഉണ്ട് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും അത് ഹസനായ ഒരു ഹദീസാണ് എന്ന അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. അങ്ങനെ പറഞ്ഞ പല പണ്ഡിതന്മാരും ഈ ഒരു ദിക്ർ ഇത് ദുഹാ നമസ്കാരത്തിന്റെ ശേഷം മാത്രം എന്ന് ഒരു പ്രത്യേക ഉപാധിയില്ല. ദിവസത്തിൽ നമുക്ക് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നമുക്ക് അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് 100 തവണ പറയാം. ദിവസേന നമുക്ക് അങ്ങനെ പറയാം. മറ്റു ചില പണ്ഡിതന്മാർ ഒരു സദസ്സിൽ നമ്മൾ ഇരുന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു സദസ്സിലിരുന്ന് പിരിയുമ്പോഴേക്ക് ഞങ്ങൾ 100 തവണയൊക്കെ അവിടുന്ന് റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നിങ്ങനെ ഇസ്തിഗ്ഫാറിനെ ചോദിച്ചിരുന്നത് ഞങ്ങൾക്ക് എണ്ണിയെടുക്കാൻ സാധിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ അങ്ങനെ ഒരു മജ്‌ലിസിലിരിക്കുമ്പോഴാണ്, അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരുമുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ ഈ ഒരു പ്രാർത്ഥന ഒരു ദിവസവും നമ്മൾ 100 തവണ പറയുക എന്നുള്ളത് ഏറ്റവും മഹത്വമുള്ളത് തന്നെയാണ്. തർക്കം അത് ദുഹാ നിസ്കരിച്ച ഉടനെ പറയണോ, അതോ നമ്മുടെ പ്രഭാത പ്രാർത്ഥനയ്ക്കിടയിൽ പറയണോ, അതോ ദിവസത്തിന്റെ മറ്റേതെങ്കിലും സമയത്ത് നമ്മൾ ഇരുന്ന് പറയണോ എന്നുള്ളതിലൊക്കെ മാത്രമേ തർക്കമുള്ളൂ. ഇത് 100 തവണ ഇങ്ങനെ പറയണം എന്ന കാര്യത്തിൽ അതിന്റെ മഹത്വത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് നമ്മളും അത് മനസ്സിലാക്കുക. ഇനി ചില സമയത്ത് ദുഹാ നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞോളൂ, ചിലപ്പോൾ നമ്മൾ അദ്കാറു സ്വബാഹ് പ്രഭാത പ്രാർത്ഥനകൾ പറയുന്ന സമയത്ത് പറഞ്ഞോളൂ, മറ്റേതെങ്കിലും സമയത്തോ ആവട്ടെ.